ഒരു ഗ്രാമത്തിൽ രാജു എന്നു പേരായ 22 വയസ്സുകാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. രാജു ഇപ്പോൾ ഉണർന്നെണീറ്റതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അവന്റെ അച്ഛൻ മോഹൻ അവിടേക്ക് വന്നിട്ട് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയത്. എന്താണ് കാര്യാച്ചാ, രാവിലെ തന്നെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണല്ലോ. രാജു, നിന്നെ കൊണ്ട് ഞാൻ വല്ലാതെ ക്ഷീണമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ എന്താണ് ചെയ്തത്? എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്റെ ജോലിയിൽ എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. പക്ഷെ നീ ഊര് ചുറ്റുന്നല്ലാതെ വേറെ ഒരു ജോലി നീ ചെയ്യുന്നേ ഇല്ലല്ലോ. നിങ്ങൾ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്റെ ഡ്രീമൊക്കെ വളരെ വലുതാണ്. ആ, എനിക്ക് നന്നായിട്ട് അറിയാം. നീയും നിന്റെ ആ നിറവേറ്റാത്ത സ്വപ്നവും അത് എപ്പോഴും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ പറയണോ അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കച്ചാ. പക്ഷെ നോക്കിക്കോളൂ, എനിക്ക് ദുബായിൽ ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ തന്നെ എന്നെ വിചാരിച്ച് അഭിമാനിക്കും. സത്യം പറഞ്ഞാൽ നിന്നെപ്പോലെയുള്ള മണ്ടൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ചേട്ടാ, നമ്മൾ നാട്ടിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? നീ എന്തിനാ വിദേശത്തിൽ പോകണമെന്ന് ആലോചിക്കുന്നത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളച്ചാ, എന്നെ കൊണ്ട് നിങ്ങളുടെ പാനിപ്പൂരി കടയിലൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് രാജു അവന്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് പ്രീതി അവനെ തന്റെ അടുത്തേക്ക് വിളിച്ചത്. പ്രീതി രാജുവിന്റെ കാമുകിയായിരുന്നു. രാജു, രാജു, നീ എവിടേക്കാ പോകുന്നത്? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. പ്രീതി, ഞാൻ നിന്നോട് സംസാരിക്കാനുള്ള ഒരു മൂഡിൽ ഇപ്പൊ ഇല്ല. അല്ല, രാവിലെ തന്നെ നിനക്കെന്താ പറ്റിയത്? എന്തു പറ്റിയെന്നോ? എന്റെ അച്ഛൻ എപ്പം നോക്കിയാൽ എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷേ അച്ഛൻ ഇത്ര തെറ്റായിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? നിന്നോട് അദ്ദേഹത്തിന്റെ ജോലിയിൽ കുറിച്ച് സഹായിക്കാൻ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ചേടാ, എന്നെ കൊണ്ടൊന്നും പാനിപ്പൂരി ഒന്നും വിൽക്കാൻ പറ്റില്ല. നീ ഇപ്പൊ രാവിലെ തന്നെ വന്നിട്ട് എന്റെ അടുത്ത് അരിവരി ഒന്നും പറയണ്ട. ശരി ശരി, അതെല്ലാം വിടൂ. ഞാൻ നല്ലൊരു വാർത്തയും കൊണ്ടാ വന്നത്. എന്ത് സന്തോഷമുള്ള കാര്യം? നിനക്ക് തന്നെ അറിയാലോ, എന്റെ അച്ഛന്റെ കോണ്ടാക്ട്സ് അവിടെ ദുബായ് വരെ ഉണ്ടെന്ന്. നാളെ എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ദുബായിലെ ഷെയ്ഖാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് വളരെയധികം പണമുണ്ട്. അദ്ദേഹം നാളെ ഇങ്ങോട്ടേക്ക് വരുന്നു. പ്രീതി പറഞ്ഞത് കേട്ടതും രാജുവിന്റെ കോപം പറന്നു പറന്നു പോയി. അവന്റെ മുഖവും പ്രകാശമയമായി. സത്യമാണ് പ്രീതി? അതെ അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ നാളെ എന്തായാലും അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിറ്റേ ദിവസം ഏകദേശം ഉച്ച സമയത്ത് പ്രീതി ഒരുപാട് സന്തോഷത്തോടെ രാജുവിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് പോയി. ആ പ്രീതി, എന്താണ് സംഭവിച്ചത്? നിന്റെ മുഖത്തിൽ ഇത്രയും സന്തോഷം കാണുന്നുണ്ടല്ലോ. എടാ വിധി, നിന്നെ കൊണ്ടാ എനിക്ക് സന്തോഷം. എന്റെ അച്ഛന്റെ ഫ്രണ്ട് ഷെയ്ഖ് ഞങ്ങളുടെ വീട്ടിലാ ഉള്ളത്. നീ വേഗം തന്നെ എന്റെ കൂടെ വാ. പക്ഷേ പ്രീതി, അവരെ മുമ്പിൽ നിന്ന് വെറുതെ കൈവീശി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവരെ വെൽക്കം ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അപ്പോഴല്ലേ അത് കണ്ടിട്ട് അദ്ദേഹം സന്തോഷപ്പെടുക. അതെ, നീ പറഞ്ഞത് വളരെയധികം ശരിയാണ്. അപ്പോഴാണ് പ്രീതിയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നിയത്. അല്ല, നിന്റെ അച്ഛൻ ഉണ്ടാക്കുന്ന പാനിപൂരി വളരെ ഫേമസ് അല്ലേ? അച്ഛൻ ഉണ്ടാക്കുന്ന പാനിപൂരി എടുത്ത് നിനക്ക് അവരെ വന്നൊന്ന് കണ്ടൂടെ? മാത്രമല്ല, ഈ ഷെയ്ഖുകൾക്കെല്ലാം ഭക്ഷണ കാര്യത്തിൽ വളരെയധികം തൽപരരാണ്. നിനക്ക് വേറെ സാധനമൊന്നും കിട്ടിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ശരി, വാ. രാജു അവന്റെ അച്ഛൻ ഉണ്ടാക്കിയ പാനിപൂരി നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റിൽ എടുത്ത് പ്രീതിയുടെ വീട്ടിലേക്ക് നടന്നു. ഷെയ്ഖ് രാജുവിനെ കണ്ട് എന്ത് ചോദിച്ചെന്നോ? എന്റെ ദൈവമേ, ഇവൻ ആരാണ് ഈ പയ്യൻ? പിന്നെ ഇവന്റെ കയ്യിൽ എന്താണോ ഉള്ളത്? രാജു പ്രീതിയെ നോക്കി എന്തു പറഞ്ഞെന്നോ? ഇയാൾ എന്താ സംസാരിക്കുന്നത്? അയ്യോ, ഇവരെന്താ ചോദിച്ചെന്നോ? നീ ആരാണെന്ന്, മാത്രമല്ല നിന്റെ കയ്യിൽ എന്താണെന്ന്. രാജു ഷെയ്ഖിനോട് എന്താണ് പറഞ്ഞതെന്നോ? ഇത് എന്റെ അച്ഛന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പാനിപൂരിയാണ്. ഇത് ഞങ്ങളുടെ ഏരിയയില് എല്ലാ സ്ഥലത്തും ഫേമസ് ആണ്. ഓ എന്റെ ദൈവമേ, ഈ ഫേമസ് വെച്ചാൽ എന്താണ്? പ്രസിദ്ധി എന്നാൽ എന്തെന്നോ? ഇവരുടെ അച്ഛൻ ചെയ്യുന്ന പാനിപൂരി ഇന്ത്യ മുഴുവൻ ഫേമസ് ആണെന്ന്. രാജു അതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ പാനിപൂരി കഴിക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നോക്കൂ. പ്രീതി പറഞ്ഞതും ഷെയ്ഖ് ആ പാനിപൂരി ഓരോന്നായി കഴിക്കാൻ തുടങ്ങി. ഷെയ്ഖിന് ആ പാനിപൂരി ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്റെ ദൈവമേ, ഇത് വളരെ നല്ല രുചിയായിട്ടുണ്ടല്ലോ. ഇത് കഴിച്ചാൽ തന്നെ വളരെ സന്തോഷമായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് രാജുവിനെ നോക്കി പറഞ്ഞു, നീ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ ഞാൻ ഒരു ജോലിയും പോയിട്ടില്ല. പക്ഷേ എന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദുബായിലേക്ക് ജോലിക്ക് പോകണം. എന്റെ ദൈവമേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ പ്രീതി രാജുവിനെ നോക്കി പറഞ്ഞു, രാജു, ഷെയ്ഖിന് മനസ്സിലാവുന്നത് പോലെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ?
രാജു ഷെയ്ഖിനെ നോക്കി എന്താണ് പറഞ്ഞതെന്നോ? ഇപ്പൊ ഞാൻ എവിടെയും പോകുന്നില്ല. പക്ഷെ എന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ദുബായിൽ പോയിട്ട് കുറെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആകണം. ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഞാൻ തന്നെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. പിന്നെ എന്റെ കമ്പനിയിൽ തന്നെ നിനക്ക് ഞാൻ ജോലി വാങ്ങിത്തരാം. അപ്പോഴാണ് ഒരു കാറ് പ്രീതിയുടെ വീടിന് മുന്നിലേക്ക് വന്ന് നിർത്തിയത്. ആ കാറിൽ ഉണ്ടായിരുന്നത് വളരെ പണക്കാരനെന്ന് തോന്നുന്ന ആളായിരുന്നു. ഷെയ്ഖ് കാറിൽ കയറി ആ പണക്കാരന്റെ കൂടെ എങ്ങോട്ടേക്കോ പോയി. അതിനുശേഷം രാജു പ്രീതിയുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങി. ഷേഖ് ചേട്ടൻ എവിടെയാ പോയത്? ഷേഖ് സാർ ഒരു വലിയ ഡീലിന് വേണ്ടി പോയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ കുറച്ച് താമസിച്ചതാണ്. അതുമാത്രമല്ലാതെ അദ്ദേഹം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണമെന്നാണ് വിചാരിച്ചത്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട രാജു. ഷെയ്ഖ് സാർ നിനക്ക് വാക്ക് തന്നിട്ടുണ്ട്. അവര് നിന്നെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. തീർച്ചയായും നിന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും. രാജു ഒരുപാട് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തന്റെ അച്ഛനോട് വിശദീകരിച്ചു. രാജു പറഞ്ഞത് കേട്ട് രാജുവിന്റെ അച്ഛൻ മോഹൻ ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നോ? രാജു, നീ ഇതുവരെ ശരിയായിട്ട് എൻ്റെ കടയിൽ മുഴുവനായിട്ട് നീ ഇരുന്നിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നീ മുഴുവനായിട്ട് എൻ്റെ കടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നീ ദുബായിലേക്ക് പോകുന്ന സ്വപ്നം വിട്ടേക്കും. എന്നാലേ നിനക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ ഞാൻ പാനിപൂരി വിറ്റിട്ട് എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന്. പിന്നെ ഞാൻ എന്ന് ദുബായിക്ക് പോകുന്നുണ്ടോ എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുക ദുബായിൽ എത്രയാണ് ഇൻകം വരുന്നുണ്ടെന്ന്. പിന്നെ ദുബായിന്റെ ആൾക്കാർ എത്ര ടാലന്റ് ആണെന്ന് നിങ്ങളെ കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റില്ല അച്ഛാ. ആ ഷേഖിന്റെ അടുത്ത് എത്ര പണം ഉണ്ടെന്ന്. രാജു ഇത്രയും പറഞ്ഞപ്പോഴേക്കും മോഹൻ പുഞ്ചിരിച്ചുകൊണ്ട് വീടിന് വെളിയിലേക്ക് നടന്നു. പിറ്റേ ദിവസം രാജു പ്രീതിയുടെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവൻ നോക്കുമ്പോൾ ഷെയ്ഖിന്റെ മുഖം കുറച്ച് ഗൗരവത്തിലായിരുന്നു. പ്രീതിയുടെ അച്ഛനെ നോക്കി രാജു എന്തു പറഞ്ഞെന്നോ? ഷേഖ് സാറിന് എന്തു പറ്റി? എന്താ ഇത്ര ശോകമായിട്ടുള്ളത്? ഞാൻ നിന്റെ അടുത്ത് എന്ത് പറയാനാ രാജു? ഞാൻ ഷേഖ് സാറിന്റെ അടുത്ത് വേണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള വ്യാപാരത്തെ വളരെ ശ്രദ്ധയോടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഷേഖ് സാർ ഞാൻ പറഞ്ഞത് അദ്ദേഹം കേട്ടിട്ടേ ഇല്ല. എന്താ പറയുന്നത്? അതായത് ഇന്നലെ ഒരാളെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി വന്നില്ലേ, അയാള് ഷേഖ് സാറിനെ നന്നായിട്ട് പറ്റിച്ചങ്ങ് വിട്ടേച്ചു. അവൻ തീർച്ചയായിട്ടും ഒരു വലിയ ഫ്രോഡ് തന്നെയാണ്. ഷെയ്ഖ് വളരെയധികം വിഷാദത്തോടു കൂടി പ്രീതിയുടെ അച്ഛനെ നോക്കി പറയാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നന്നായിട്ട് പറ്റിച്ചു പോയല്ലോ. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് എങ്ങനെ പോകും? എന്റെ അടുത്ത് പണം ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ ഞാൻ ഇവിടുന്ന് കുറച്ച് പണം ഉണ്ടാക്കിയിട്ടേ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് എന്താ മനസ്സിലാത്ത വെച്ചാൽ ഞാൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷെയ്ഖ് ഇത്രത്തോളം പറഞ്ഞപ്പോഴേക്കും രാജുവിന്റെ അച്ഛൻ മോഹൻ പ്രീതിയുടെ വീട്ടിലേക്ക് വന്ന് അവിടെയുണ്ടായിരുന്ന ഷെയ്ഖിനെ കണ്ടത്. ഷെയ്ഖ് മോഹനെ നോക്കി എന്തു പറഞ്ഞെന്നോ? എന്റെ ദൈവമേ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മുഖം കണ്ടാൽ ഈ പയ്യന്റെ മുഖം പോലെ തന്നെ ഉണ്ടല്ലോ. ഞാനാണ് ഈ മകന്റെ അച്ഛൻ. എന്നെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അത് എങ്ങനെ? നിങ്ങൾ കൊണ്ട് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റുക? ഞാൻ ഈ നാട്ടിലേക്ക് പുതിയതായിട്ട് വന്നതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒന്നും ബാക്കിയില്ലല്ലോ. ഞാൻ നന്നായിട്ട് പറ്റിച്ചു പോയി. ഒരു പ്രശ്നമില്ല. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പാനിപ്പൂരി നിങ്ങൾ കഴിച്ചതല്ലേ? അത് ഞങ്ങളുടെ നാട്ടിൽ വളരെ ഫേമസ് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പാനിപ്പൂരി എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾ പാനിപ്പൂരി വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണം വേഗം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. നിങ്ങൾ എന്താണ് പറയുന്നത്? ഷേഖ് പാനിപ്പൂരി വിൽക്കാനോ? വിറ്റാൽ എന്താണ് പ്രശ്നം? ഇയാൾ എല്ലാ കാശും പറ്റിച്ചിട്ട് പോയതല്ലേ. പിന്നെ പാനിപ്പൂരി വിൽക്കുന്നത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. എന്നെ തന്നെ നോക്കിക്കോളൂ. ഞാൻ ഒരു ദിവസം എത്ര പാനിപ്പൂരി വിറ്റിട്ട് കാശുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാലോ. അതിനെപ്പറ്റി എൻ്റെ മകന് പോലും ഒന്നും അറിയില്ല. പ്രീതിയുടെ അച്ഛൻ ഷെയ്ഖിനോട് മോഹൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ വിശദീകരിച്ചു. ഇത് ശരിക്കും വളരെ നല്ല ഐഡിയ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പാനിപ്പൂരി വിറ്റിട്ട് കുറേ കാശ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ദുബായിലേക്ക് പോകും. ഷെയ്ഖ് അതിനുശേഷം മോഹന്റെ കൂടെ നിന്ന് അദ്ദേഹം പാനിപൂരി ചെയ്യുന്നത് കണ്ടു പഠിച്ചു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ പാനിപൂരി എങ്ങനെ നല്ലതാക്കി ഉണ്ടാക്കാം എന്നതിലായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ രാജു എന്താണ് പ്രീതിയോട് പറഞ്ഞതെന്നോ? ഇതെന്താണ് പ്രീതി? ഞാൻ ഷേഖ് സാറിനോട് ചേർന്നിട്ട് ദുബായിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഷേഖ് സാർ എന്താ വെച്ചാൽ എന്റെ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് പാനിപൂരി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ. അതിനെപ്പറ്റി വിചാരിച്ചാൽ എനിക്ക് വെറുപ്പായിട്ടുണ്ട്. രാജു പറഞ്ഞത് കേട്ട് പ്രീതി ചിരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഷെയ്ഖ് പാനിപൂരി ഉണ്ടാക്കാൻ പഠിച്ചു. എന്നിട്ട് മോഹന്റെ കടയ്ക്ക് സമീപം തന്നെ ഒരു കട വെച്ചു തുടങ്ങി. എല്ലാവരോടുമായി വിളിച്ചു പറയാൻ തുടങ്ങി.
ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ഷേക്കിന്റെ പാനിപൂരി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ രുചിയായിട്ടുണ്ടാവും. ഏതോ ഒരാൾ അതിന്റെ സമീപത്തൂടി നടക്കുകയായിരുന്നു. അവിടെ പാനിപൂരി വിൽക്കുന്ന ഷെയ്ക്കിനെ കണ്ട് ആ മനുഷ്യൻ വളരെ അത്ഭുതത്തോടുകൂടി എന്തു പറഞ്ഞെന്നോ? ചേടാ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണോണ്ട് കാണുന്നത് വല്ലും സ്വപ്നമൊന്നല്ലല്ലോ. ശരിക്കും ഇവര് ഷേക്കാണോ ഇല്ലെങ്കിൽ ഇവര് ഷേക്കുമാര് ഡ്രസ് ഇട്ടിട്ട് പറ്റിക്കുകയാണോ? ഇത് തീർച്ചയായിട്ടും ഇയാളോട് ചോദിച്ചാലേ നമുക്ക് അറിയുള്ളൂ. ആ മനുഷ്യൻ ഷെയ്ക്കിന് സമീപത്തേക്ക് പോയി എന്തു പറഞ്ഞെന്നോ? ഇവിടെ നോക്കൂ, നിങ്ങൾ ശരിക്കും ഷേക്ക് തന്നെയാണോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ശരിക്കും ഷേക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾ പാനിപൂരി എന്തിനാ വിൽക്കുന്നത്? കാരണം ഞാൻ ഇവിടെ എന്നെ എല്ലാവരും പറ്റിച്ചിട്ട് പോയി. ഞാൻ പാനിപൂരി വിറ്റിട്ട് ഇവിടുന്ന് കുറേ കാശ് ഉണ്ടാക്കിയിട്ട് ഞാൻ ദുബായിലേക്ക് പോയേക്കും. എന്നാ വളരെ വേഗം തന്നെ എനിക്കൊരു പ്ലേറ്റ് പാനിപൂരി എടുത്തു വെച്ചേക്ക്. എനിക്ക് വല്ലാതെ തന്നെ വിശക്കുന്നുണ്ട്. ഷെയ്ഖ് ഒരുപാട് സന്തോഷത്തോടു കൂടി ആ മനുഷ്യന് ഒരു പ്ലേറ്റിൽ പാനിപൂരി നൽകി. മുഴുവൻ പാനിപൂരിയും കഴിച്ച് ആ മനുഷ്യൻ ഷെയ്ഖിനോട് പറഞ്ഞു, എന്റെ പൊന്നോ, നിങ്ങൾ പാനിപൂരി വളരെ രുചിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത്, ഞാൻ പാനിപൂരി വളരെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ കാര്യം സത്യമാണെങ്കിൽ ഞാൻ ദുബായിൽ പോയതിനു ശേഷം പാനിപൂരി തന്നെ ഉണ്ടാക്കിയേക്കും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഷെയ്ഖിന്റെ കടയിലേക്ക് ആളുകൾ ധാരാളമായി എത്തിത്തുടങ്ങി. ഷെയ്ഖ് പാനിപൂരി വിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തന്നെ അവരെല്ലാവരും ഉടനെ തന്നെ ഷെയ്ഖിന്റെ കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പണം കുമിഞ്ഞുകൂടി. ഷെയ്ഖ് ഒരുപാട് സന്തോഷത്തോടു കൂടി മോഹനെ വന്ന് കണ്ട് എന്തു പറഞ്ഞെന്നോ? എന്റെ അടുത്ത് ഒരു ഫ്രോഡ് വന്ന് എന്നെ പറ്റിച്ചപ്പോൾ ഞാൻ എന്റെ ഉള്ളവരെല്ലാരും ചീത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ. പക്ഷെ നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സഹായം എന്നും ഞാൻ മറക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ എപ്പോഴും വരുന്ന പുറത്തുള്ള ആൾക്കാർ എപ്പോഴും മര്യാദയോടെ അയക്കുള്ളൂ. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറ്റിച്ചതും ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ്. അതെനിക്ക് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. കാരണം നിങ്ങൾ ഞങ്ങളുടെ നാടിനെ പറ്റി ഏതൊരു കാര്യത്തിലും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പണം എനിക്ക് വന്നിട്ടുണ്ട്. ആ പണം വെച്ചിട്ട് എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകും. പിന്നെ അവിടെ പോയതിനു ശേഷം ഞാൻ വലിയ ഒരു പാനിപ്പൂരി റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരായിരിക്കും. ഇത് നിങ്ങളുടെ വലിയ മനസ്സാണ് ഷേഖ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാജു എത്തിപ്പെട്ടത്. ഷെയ്ഖ് രാജുവിനെ കണ്ടു പറഞ്ഞു, പിന്നെ നീയും എൻ്റെ കൂടെ വന്ന് ദുബായിലേക്ക് വന്നേക്ക്. പിന്നെ അവിടെ വന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തോളൂ. രാജു ഷെയ്ഖിനെ തന്നെ നോക്കി പറഞ്ഞു, ഇല്ല ഷേഖ് സർ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും നമ്മളുടെ നാട് മാത്രമാണ് നമുക്ക് സ്വന്തം. പിന്നെ ഞാൻ ഇന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്ത്യ ആർക്കും കുറഞ്ഞതല്ല. ഏത് പാനിപൂരിനെ പറ്റി എൻ്റെ അച്ഛനടുത്ത് എപ്പോഴും കുറവായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇന്ന് അതേ പാനിപൂരി തന്നെ വിറ്റിട്ടാണ് നിങ്ങൾ പണവും സമ്പാദിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ ഒരു ജോലി ഞാൻ എന്തിനാ വിടേണ്ടത്? നീ ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ദുബായിലേക്ക് എൻ്റെ കൂടെ വന്ന് ജോലി ചെയ്തേക്കാം. അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഷെയ്ഖ് അവിടെ നിന്നും പുറത്തേക്ക് പോയി. മോഹൻ രാജുവിന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂവിക്കൊണ്ട് പറഞ്ഞു, നിനക്കല്ലേ ദുബായിലേക്ക് വരാൻ ഷേഖ് ഓഫർ തന്നിട്ടുള്ളത്. അദ്ദേഹം എൻ്റെ പേരിലാണ് ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അറിയുമോ നിനക്ക്? നീ എന്തിനാ അയാളുടെ കൂടെ പോവാത്തത്? എനിക്കെന്താ വട്ടാണോ ഞാൻ അയാളുടെ കൂടെ പോയിട്ട് ദുബായിലേക്ക് പോവാൻ? ആർക്കാണ് എൻ്റെ അച്ഛന് സഹായം ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തിനാ അയാളുടെ അടുത്ത് പോയിട്ട് ജോലി ചെയ്യേണ്ടത്? അച്ഛനോട് ക്ഷമിക്കൂ. എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതാണ് വളരെ സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതൊരു ജോലിയും ചെറുത് വലുതില്ലെന്ന് എനിക്ക് മനസ്സിലായി. രാജു പറഞ്ഞത് കേട്ടപ്പോൾ മോഹൻ ആഹ്ലാദഭരിതനായി. ആ ദിവസത്തിന് ശേഷം രാജു തന്റെ അച്ഛനെ സഹായിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിന്നു.